അടി ഇടി വെടി അതാണ് ടോക്സിക്. എന്റെ ആളിയാ പോയി തല വെച്ച് കൊടുക്കല്ലേ, തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീ തീർന്നു. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് പൊട്ടുമെന്ന്. പക്ഷെ ഇത്രയ്ക്ക് മെന്റൽ ടോർച്ചർ ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ സിനിമ കണ്ടപ്പോൾ. കാട്ടവരാതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. 3.5 മണിക്കൂർ നമ്മളെ ഇട്ട് അതിനകത്ത് ടോർച്ചർ തന്നെയാണ് ഈ സിനിമ. ആ KGF കണ്ടുള്ള ഇഷ്ടം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി കിട്ടും. അതുപോലെയാണ് ഈ സിനിമ എടുത്തു വെച്ചേക്കുന്നത്. നാടകമാണോ സീരിയലാണോ എന്തുവാന്ന് പോലും അറിയത്തില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ. ഏതൊക്കെയോ സിനിമ ഇതിനകത്ത് കാണാൻ സാധിച്ചു. അഴകിയ തമിഴ്മകനാണോ, അത് അന്യനാണോ, അങ്ങനെ കുറെ സിനിമയുടെ പ്രൂഫുകളാണ് ഈ സിനിമയ്ക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2026 ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും വേസ്റ്റ് മൂവി തന്നെയാണ് ടോക്സിക്. ഇതിനകത്ത് ആകെ കുറച്ചെങ്കിലും കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഇതിനകത്ത് ആക്ഷൻ രംഗങ്ങൾ മാത്രമാണ്. അതാണെങ്കിൽ മൊത്തത്തിൽ ആക്ഷൻ രംഗമാണ് ഈ സിനിമയിൽ അടിച്ചു കയറ്റിയേക്കുന്നത്. ഭയങ്കര സ്ലോ പേസ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. അതുപോലെ ഇതിന്റെ ഡബിങ് ചെയ്ത് ആരാന്ന് അറിയത്തില്ല, വൻ തോൽവി തന്നെയായിരുന്നു. വൺ കാസ്റ്റും വൺ ഫണ്ടും ഒക്കെ ഇറക്കിയിട്ടാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. ഈ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഗിരി ചേച്ചിയോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇതുപോലുള്ള പണിക്ക് ഇത് നിക്കല്, കാണാൻ വയ്യാത്തോണ്ടാണ്. സിനിമ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ വെടി അടി ഇത് തന്നെയാണ് സിനിമ മൊത്തം കാണിക്കുന്നത്. ഗോവ കാണിക്കുന്നുണ്ട്, ഒരു കഥയില്ലാതെ കുറെ വെടിയപ്പാട് സിനിമയിൽ. നോർമൽ ഒരു സിനിമ കൂട്ടിയല്ല, സീൻ ബൈ സീൻ ഇങ്ങനെ സിനിമ പോകും. പക്ഷെ ഒരു സീനിൽ അടുത്ത സീനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സീൻ പൂർണ്ണമാക്കാതെയാണ് അടുത്ത സീനിലോട്ട് പോകുന്നത്. ഓണത്തിന് എന്തായാലും യാശ ഒരു വലിയ പടക്കം തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക.